ഹലോ ഗായ്സ്, അപ്പം നമുക്ക് ഇന്നൊരു മീൻ കറിയുടെ റെസിപ്പിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ സാധാ മുളകിട്ട് വെക്കുന്ന മീൻ കറിനേക്കാളും ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഇത് നമുക്ക് ചോറിൻ്റെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം നമ്മൾ ആവശ്യത്തിനുള്ള കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. മീൻ കറിക്ക് കോക്കനട്ട് ഓയിലാണ് ടേസ്റ്റ്, നമുക്കറിയാലോ അല്ലേ. ഇനി അതിലേക്ക് കുറച്ച് ഉലുവ പൊട്ടിച്ചു കൊടുക്കാം, കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ കറിവേപ്പില, പച്ചമുളക്, വറ്റൽമുളക് ഇതൊക്കെ കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഹാഫ് വലിയ ഉള്ളിയും ബാക്കി ചെറിയ ഉള്ളി ആഡ് ചെയ്താൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ ചെറിയ ഉള്ളിക്ക് പകരം വലിയ ഉള്ളി തന്നെയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് കൂട്ടി വഴറ്റിയെടുക്കാം. ഒന്ന് അടച്ചു വെച്ചാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇതായിപ്പോൾ അത്യാവശ്യം ഉള്ളി കുക്കായി വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു വലിയ ഒന്നര തക്കാളിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആ തക്കാളിയൊക്കെ ഒന്ന് മെൽറ്റായി വരണം. അത് അടച്ചു വെച്ച് ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാല ഇങ്ങനെ പേസ്റ്റായി വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് അതിലേക്ക് മിക്സായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കറിക്ക് നല്ലൊരു റെഡ് കളർ കിട്ടും. ഞാനിപ്പോൾ സാധാ മുളക് പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് അത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനു മുമ്പ് തക്കാളി അടി പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മസാലയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊരു നല്ല കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കാം. നന്നായി ലൂസായി പോകണ്ട, നന്നായി ടൈറ്റായി പോകാൻ വേണ്ട. അതായത് ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്കത് റെഡിയാക്കിയെടുക്കാം. ഇനി അത് മാറ്റി വെച്ചിട്ട് നമ്മൾ തക്കാളി നന്നായി ഒന്ന് മാഷായി വരണം. ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നന്നായി ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ടാണ്. അടച്ചു വെച്ച് തന്നെ ഒന്നുകൂടി വേവിച്ചെടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് തക്കാളി ജാറിലേക്ക് ഇട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് അരച്ചൊഴിക്കാവുന്നതുമാണ്. ഇപ്പോൾ തക്കാളി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ആഡ് ചെയ്ത് നന്നായി ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് യോജിപ്പിച്ച് ഇളക്കിയെടുക്കാം. നമ്മൾ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഈ വലുപ്പത്തിൽ ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടിട്ട് അത് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് പിഴിഞ്ഞ് അതിൻ്റെ പുളിവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പുളിവെള്ളം ഒന്ന് തിളച്ചിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി, എന്നാലേ കറക്റ്റ് ഒന്ന് അറിയുള്ളൂ അതിൻ്റെ എത്ര വേണം എന്നുള്ളത്. ഇതിപ്പോൾ നന്നായി വരുമ്പോൾ തിളച്ച് വരുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മീൻ വേവാനുള്ള അത്ര വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ആ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ ഫിഷ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതൊക്കെ അതിലേക്ക് ഒന്ന് ഇളക്കിയിട്ട് എല്ലാ ഭാഗത്തും കറിക്കാവുന്ന രീതിയിലാക്കിയിട്ട് അടച്ചു വെച്ചിട്ട് മീനൊന്ന് വെന്ത് കിട്ടുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതായിപ്പോൾ മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. തേങ്ങയൊന്നും ഒഴിക്കണ്ട എന്നുള്ളവർക്കാണെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്.
നമ്മൾ ഒന്ന് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഫിഷൊക്കെ ഒന്ന് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ആ മസാലയൊക്കെ ഒന്ന് മീനിൽ നന്നായി പിടിക്കണം. അത്യാവശ്യം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ ടേസ്റ്റാണ്. അതല്ലെങ്കിൽ നമുക്ക് തേങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് തേങ്ങയും വലിയ ജീരകവും കൂടി നന്നായി പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുള്ളതാണ്. ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിന് കുറുകി അടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് തിളക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ തേങ്ങ ഒഴിച്ചതല്ലേ. അപ്പോൾ ഇനി ചെറുതായിട്ട് തിള വരുമ്പോൾ നമ്മളത് ഓഫ് ചെയ്യണം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുള്ള ഉപ്പ് ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ജസ്റ്റ് തിള വരുന്നുണ്ട്, അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ, ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കതൊന്ന് അതിലേക്ക് ചെറിയൊരു പരിപാടി കൂടിയുണ്ട്. ഒന്ന് താളിച്ചിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം വെച്ചിട്ട് നമ്മൾ കോക്കനട്ട് ഓയിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് അത്യാവശ്യം കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഉള്ളിക്ക് പകരം ചെറിയ ഉള്ളിയാണ് കേട്ടോ ടേസ്റ്റ്. ഞാനിപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് വലിയ ഉള്ളി തന്നെ ചെറുതാക്കി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തതാണ്. ചെറിയ ഉള്ളിയാണ് ആഡ് ചെയ്യേണ്ടത്. ഇനി ഫ്ലെയിം ഓഫാക്കി, ഇപ്പോൾ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂണൊന്നും വേണ്ട, ഒരു ഹാഫ് സ്പൂൺ മതി. കറിക്ക് നല്ലൊരു കളറും ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിതൊക്കെ കാശ്മീരി മുളക് ആഡ് ചെയ്യുന്നതാവും ഒന്നുകൂടി നല്ലത്. മുളക് പൊടി ആഡ് ചെയ്യുന്നതാവും. താളിപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ്സ് അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റി ഫിഷ് കറി റെഡി.